ഗുഡ് മോർണിംഗ് ഓൺടർപ്രണേഴ്സ്. ഇന്ന് ശനിയാഴ്ചയാണ്. ഈ ആഴ്ചയിലെ പ്രധാന ബിസിനസ് അപ്ഡേറ്റ്സ് നോക്കാം. ഞാൻ ദേവിക, ഡിജിറ്റൽ ന്യൂസ് പ്രസന്റർ. ഗ്ലോബൽ മാർക്കറ്റുകളിൽ AI-യുമായി ബന്ധപ്പെട്ട അസ്ഥിരത തുടർന്ന കാര്യം നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അമേരിക്കൻ പ്രധാന ഇൻഡെക്സുകൾ താഴ്ന്നു. S&P 500 ഏകദേശം 1.4% ഇടിഞ്ഞു. ഡൗ ജോൺസ് 1.2, 1.23% നഷ്ടപ്പെട്ടു. ടെക് ഹെവി നാസ്ഡാക്ക് 2.1% വരെ താഴ്ന്നു. AI ഇൻവെസ്റ്റ്മെന്റുകളുടെ ദീർഘകാല റിട്ടേണുകളെക്കുറിച്ചുള്ള ആശങ്കകൾ സോഫ്റ്റ്വെയർ, ഫിനാൻഷ്യൽസ്, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ സെക്ടറുകളെ ബാധിച്ചു. എങ്കിലും ചില ദിവസങ്ങളിൽ AI ജിറ്റേഴ്സ് കുറഞ്ഞതോടെ റിക്കവറി ശ്രമങ്ങൾ ഉണ്ടായി. ഇൻഫ്ലേഷൻ ഡാറ്റ ആശ്വാസം നൽകി. ജനുവരി US CPI മാസാടിസ്ഥാനത്തിൽ 2.2% മാത്രം ഉയർന്നു. വാർഷിക ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ 2.4% കുറഞ്ഞു. മുൻമാസം 2.7%. കോർ ഇൻഫ്ലേഷൻ 2.5%, വർഷങ്ങളിലെ ഏറ്റവും താഴ്ന്നത്. ഇത് ഫെഡിന്റെ റേറ്റ് കട്ട് പ്രതീക്ഷകൾ ശക്തിപ്പെടുത്തി. എങ്കിലും ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകൾ, US ഇറാൻ സംഭവങ്ങൾ ജാഗ്രത നിലനിർത്തി. കോർപ്പറേറ്റ് വാർത്തകളിൽ AI ഇൻഫ്രാസ്ട്രക്ചർ തുടർന്നു. ആൽഫബെറ്റ് പോലുള്ള കമ്പനികൾ വലിയ ഡെറ്റ് റേസ് ചെയ്തു. US-ഉം ജപ്പാനും 36 ബില്യൺ വരെ ഓയിൽ, ഗ്യാസ്, ക്രിട്ടിക്കൽ മിനറൽ പ്രോജക്റ്റുകളിൽ നിക്ഷേപിക്കാൻ കരാർ ഒപ്പിട്ടു. ജപ്പാന്റെ വലിയ സപ്ലൈ ചെയിൻ പ്ലാനിന്റെ ഭാഗം. ജപ്പാനിലെ ഇൻഫ്ലേഷൻ തണുത്തത് BOJയ്ക്ക് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി നൽകിയെന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യയിലും കേരളത്തിലും. കേരളത്തിൽ ട്രാഡെക്സ് കേരള 2026, ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ ബയർ സെല്ലർ മീറ്റ് വിജയകരമായി നടന്നു. 20-ലധികം രാജ്യങ്ങളിൽ നിന്ന് 30 ബയർമാർ പങ്കെടുത്തു. MSMEകൾക്ക് 81 കോടി രൂപ വരെ MOUs. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥ 2024-25 6.19% വളർച്ച കൈവരിച്ചെങ്കിലും കടം 3.10 ലക്ഷം കോടി കവിഞ്ഞു. മൊത്തത്തിൽ AI ആവേശവും തടസ്സങ്ങളും തമ്മിലുള്ള പോരാട്ടം. തണുത്ത ഇൻഫ്ലേഷൻ, വലിയ നിക്ഷേപങ്ങൾ, ജിയോ പൊളിറ്റിക്കൽ റിസ്കുകൾ. ഇനി ഫെബ്രുവരി ബാക്കി ദിവസങ്ങളിൽ നിക്ഷേപകർ ശ്രദ്ധയോടെ നോക്കി നിൽക്കും. വീണ്ടും നാളെ രാവിലെ 7:30. സാറ്റർഡേ ചിലർക്കൊക്കെ ഹോളിഡേ ആണ്. ഹാവ് എ നൈസ് ഡേ.